നമുക്ക് പെട്ടെന്ന് കാശിൻ്റെ ആവശ്യം വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? നോർമലി എല്ലാ ആൾക്കാരും നമ്മൾ ലോൺ എടുക്കാനായിരിക്കും നോക്കുക, അതും പേഴ്സണൽ ലോൺ എടുക്കാനായിരിക്കും നോക്കുക, അതും നമുക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടുന്നത് അതായിരിക്കും നമ്മൾ നോക്കുക. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയാം ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന ലോൺ എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് കിട്ടുന്ന പേഴ്സണൽ ലോണാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ കാലത്തിൽ ഇഷ്ടം പോലെ ഫേക്കും ഫ്രോഡ് ആപ്പുകളും നിറച്ചുള്ള ഒരു ടൈമാണ്. അതും നമ്മുടെ പ്ലേ സ്റ്റോറിലടക്കം തന്നെ ഇഷ്ടം പോലെ അങ്ങനത്തെ ഫേക്ക് ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഫേക്ക് ആപ്സിൽ നമ്മുടെ ഇതുപോലത്തെ ഫേക്ക് ആപ്സിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എന്തൊക്കെ പ്രശ്നം കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് എന്തായാലും അറിയേണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ ടൈമിലാണ് നമുക്ക് ആക്ച്വലി നമ്മളിപ്പോൾ ഈ വീഡിയോയുടെ ഇത് റിലവൻറ്റ് വരുന്നത് വെച്ചാൽ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മളൊരു സേഫ് ആയിട്ടുള്ളൊരു ഓൺലൈൻ ഒരു ലോൺ ആപ്പിനെ കുറിച്ചാണ്. അതായത് ബഡ്ഡി ലോൺ എന്ന് പറഞ്ഞ ഒരു ലോൺ ആപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആക്ച്വലി നമുക്ക് ബഡ്ഡി ലോൺ അല്ല ലോൺ തരുന്നത്, ആക്ച്വലി ഇതൊരു ലോൺ അഗ്രിഗേറ്ററാണ്. അതായത് നമ്മുടെ മണി ലെൻഡേഴ്സായിട്ട് എന്താ പറയുക കണക്ട് ചെയ്യുന്ന ഒരു ആപ്പാണ് ഇത് ആക്ച്വലി. അപ്പോൾ ഇവർ നമ്മൾ കുറേ ബാങ്കും RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ബാങ്ക്സും NBFC ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി നമ്മുടെ എന്താ പറയുക ഒരു ഓൺലൈൻ വഴി നമ്മുടെ ഡോക്യുമെൻറ്റ്സും ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തിട്ട് അവർ നമ്മുടെ സിബിൽ സ്കോറിനെയൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ ബേസ്ഡായിട്ട് നമുക്ക് നമ്മുടെ ഈ ഇത് വെച്ചിട്ട് നമ്മുടെ ആർക്കാണ് നമുക്ക് ലോൺ തരാൻ പറ്റുക അവരെ എല്ലാവർക്കും ഈ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ട് അവർ അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ആ ഡാഷ്ബോർഡിൽ കാണിക്കും. അതാണ് അവരുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ആക്ച്വലി. നമുക്ക് ചെറുതായിട്ട് കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ സൗണ്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും, ഒന്ന് ക്ഷമിക്കട്ടാ. അപ്പോൾ ഇതങ്ങനെ സംഭവം നമ്മുടെ ഈ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിതിൽ ആക്ച്വലി ഇതിൻ്റെ സംഭവം എന്താ വെച്ചാൽ നമുക്ക് കുറേ NBFC അതുപോലെ തന്നെ ബാങ്കുമായിട്ട് ടൈപ്പുള്ള ഒരു ആപ്പാണ്. ഇത് ആക്ച്വലി ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ് ബഡ്ഡി ലോൺ എന്ന് പറയുന്നത്. ലോൺ അഗ്രിഗേറ്ററാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇത് നമുക്ക് ആക്ച്വലി ഇതിൽ നമുക്ക് 6 മാസം തൊട്ട് 5 കൊല്ലം വരെ നമുക്ക് ലോൺ ടെൻജർ കിട്ടും. അതായത് നമുക്ക് അടവ് കിട്ടും. അതായത് 6 മാസം തൊട്ട് 5 കൊല്ലം വരെ നമുക്ക് അടവ് കിട്ടും EMI-യിൽ. അതും 10,000 തൊട്ട് അതായത് 10,000 ടു നമുക്ക് 15 lakh വരെ നമുക്ക് ലോൺ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് ഇത് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ബേസ്ഡ് അപ്പോൺ നമ്മുടെ സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 11.99 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ സിബിൽ സ്കോറിൻ്റെ ഈ സമയത്താണ് നമ്മുടെ സിബിൽ സ്കോറിൻ്റെ ഒരു അട്രാക്ഷൻ വരുന്നത് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സിബിൽ സ്കോർ ഉണ്ടോ അത്രയും കുറഞ്ഞിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അപ്പോൾ നല്ല സിബിൽ സ്കോറുള്ളവർക്ക് ഒരു 11.99 ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ഇത് ആക്ച്വലി കിട്ടും. പക്ഷേ സിബിൽ സ്കോർ കുറഞ്ഞുള്ളവർക്ക് 36% വരെ കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ സിബിൽ സ്കോറാണ്. അപ്പോൾ സിബിൽ സ്കോർ എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ മാത്രമല്ല നമുക്ക് ലോണിൽ ഇൻട്രസ്റ്റും ഇത് എഫക്റ്റ് കിട്ടുക. അതുപോലെ തന്നെ അപ്രൂവൽ റേറ്റും കൂട്ടാനും ഭയങ്കര ചാൻസ് കൂടുതലാണ്. പിന്നെ അപ്രൂവൽ റേറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇത് ഓർമ്മ എന്ന് വെച്ചാൽ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ അപ്രൂവൽ റേറ്റ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ബഡ്ഡി ലോൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് തന്നെ നമ്മുടെ എന്താ പറയുക ഒരു പെയ്ഡ് പാർട്ണർഷിപ്പ് വിത്ത് ബഡ്ഡി ലോണാണ്. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ ലോകം കാര്യങ്ങളൊക്കെ കാണുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതിൽ ഓൾറെഡി ഞാൻ ഈ സൈഡിലായിട്ട് നമുക്ക് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബഡ്ഡി ലോൺ എന്ന് പറയുന്നത് നമ്മുടെ iOS-ൽ നമുക്ക് ആൻഡ്രോയിഡ് നമ്മുടെ എന്താ പറയുക പ്ലേ സ്റ്റോറിൽ നമുക്ക് ഇതിൻ്റെ ആപ്പ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൻ്റെ പ്ലേ സ്റ്റോറിലൊക്കെ ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. 4.5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ളതാണ്. 11.5 ബില്യൺ ഡൗൺലോഡ്സ് ഓൾറെഡി വന്നിട്ടുണ്ട്. നല്ല റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നൊരു ബ്രാൻഡാണ്. എന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒരു അഗ്രിഗേറ്ററാണ്. ജസ്റ്റ് നമ്മുടെ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇതായിട്ട് നമുക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് അവർ ലോൺ തരുമെന്ന് മാത്രമേ ഉള്ളൂ. ബഡ്ഡി ലോൺ അല്ല ഡയറക്റ്റ് ലോൺ തരുന്നത്. അത് ഓൾറെഡി ഞാൻ ക്ലിയർ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ സൈഡിൽ അതിൻ്റെ ഒരു എന്താ പറയുക അത് എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതായിരിക്കും. ജസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ അതിലെ എന്താ പറയുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്കൊരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ കിട്ടും. ആ ഡാഷ്ബോർഡിൽ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തതിനനുസരിച്ച് നമുക്ക് ഏതൊക്കെ ഇപ്പോൾ അതിൽ മണി ബി ചിലപ്പോൾ ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് ബി ഉണ്ടായിരിക്കും, അങ്ങനെ ഓരോ നമ്മുടെ ലെൻഡിങ് പാർട്ട്നേഴ്സിൻ്റെ പേര് വരും. നമ്മുടെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ട് അത് അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡാഷ്ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഏതൊക്കെ ഇത് നമ്മുടെ ലെൻഡിങ് പാർട്ട്നേഴ്സ് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എത്ര എമൗണ്ട് വരെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എത്ര ഇൻട്രസ്റ്റ് റേറ്റിൽ അവർ അപ്രൂവ് ചെയ്തിരിക്കുന്നത്, എത്ര ടെൻഷൻ നമുക്ക് തരുന്നുണ്ട്, എത്ര മാസം നമുക്ക് അടവ് വരുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അതെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ജസ്റ്റ് പോസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമ്മുടെ അപ്ലൈ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാനൽ വൈസ് നമ്മൾ ആമസോണിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തായാലും സംശയിക്കണ്ടേ, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ചെയ്യാൻ മറക്കണ്ട, ഫോളോ ചെയ്യാൻ മറക്കണ്ട, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. എല്ലാത്തിൻ്റെ സംഭവത്തിൻ്റെ സംഭവം ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇവിടെ കണ്ടു വിചാരിക്കുന്നു നമ്മുടെ എന്താ പറയുക ബഡ്ഡി ലോണിൻ്റെ എന്താ പറയുക ലോൺ അപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെയാണ് ഫോർവേഡ് ചെയ്യേണ്ടത്, നമ്മൾ ലോൺ അപ്ലിക്കേഷൻ എങ്ങനെയാണ് നിങ്ങൾ അപ്രൂവ് നിങ്ങൾ എങ്ങനെയാണ്
എന്താ പറയുക അപ്ലൈ ചെയ്യേണ്ടതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കാണുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ ഡാഷ്ബോർഡ് കാണും. ആ ഡാഷ്ബോർഡിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇട്ടനുസരിച്ചിട്ട് നിങ്ങൾക്ക് അപ്രൂവൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യുമ്പോഴും കാണിക്കും നിങ്ങൾ ക്രെഡിറ്റ് കാർഡിന് ഇൻട്രസ്റ്റ് ഉണ്ടോ. അപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡിലേക്കും തിരിയാനുള്ള ഒരു ഇതുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും അത് കൺഫേം ചെയ്തിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു സേഫ് ആയിട്ടൊരു ഓൺലൈൻ എന്താ പറയുക ലോണ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ഡി ലോൺ കൂടെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങളൊരു ലോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ആപ്പ് തന്നെ പറയാം. നല്ല ബെസ്റ്റ് റേറ്റിംഗ് ഉള്ള ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പേഴ്സണൽ ലോൺ നിങ്ങൾക്ക് ഇപ്പോൾ പ്ലേ സ്റ്റോറിൻ്റെ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ബഡ്ഡി ലോൺ പേഴ്സണൽ ലോൺ മാത്രമല്ല തരുന്നത്, നമുക്ക് വെറൈറ്റി ഓഫ് ലോൺ തരുന്നുണ്ട്. ട്രാവൽ ലോൺ തരുന്നുണ്ട്, ഗോൾഡ് ലോൺ തരുന്നുണ്ട്, മെഡിക്കൽ ലോൺ തരുന്നുണ്ട്, എന്താ പറയുക, അതുപോലെ തന്നെ കുറേ ടൈപ്പ് ലോൺ വരെ കൊടുക്കുന്നുണ്ട്. വാഹന ലോൺ കൊടുക്കുന്നുണ്ട്, 2 വീലർ ലോൺ കൊടുക്കുന്നുണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് ലോൺ വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് അത്രയധികം ലെൻഡിങ് പാർട്ണേഴ്സ് വരെ പാർട്ട്ണർഷിപ്പിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ അത്രയധികം കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കാൻ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കാണ്ട് നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.